സാർ, ഇതിനകത്തൊരു ചെറിയ ഞാൻ ഉന്നയിച്ച കാര്യം വേറെയാണ്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന വകുപ്പ് മന്ത്രി ഒന്ന് തന്നെയാണ്. ഞാൻ ജൽജീവൻ മിഷനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ജലനിധിയായിട്ട് അടിച്ചു വന്നിരിക്കുക. അതൊന്ന് കറക്റ്റ് ചെയ്താൽ മാത്രം മതി, വേറെ പ്രശ്നമൊന്നുമില്ല. സാർ, ഇവിടെ ജൽജീവൻ മിഷനിൽ കേന്ദ്ര വിഹിതമായിട്ട് നമുക്ക് 5610 കോടി രൂപ കിട്ടി. സംസ്ഥാന വിഹിതം 5152 കോടി. അങ്ങനെ 10762 കോടി രൂപയുടെ പദ്ധതിയാണ്. സാർ, ആ പദ്ധതി വളരെ സത്യം പറഞ്ഞാൽ വളരെ മാതൃകാപരമായ ഒരു പദ്ധതിയാണ്. പക്ഷേ അത് വേണ്ട വിധത്തിൽ നടപ്പാക്കിയാൽ നമ്മുടെ സംസ്ഥാനത്തിന് ഗുണം ചെയ്യുന്നതാണ്. ഇവിടെ കണക്ഷൻസ് കേരളത്തിൽ വ്യാപകമായി കണക്ഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. ഞാൻ വിവരാവകാശം അനുസരിച്ച് എൻ്റെ നിയോജകമണ്ഡലം അടങ്ങുന്ന കോട്ടയം ജില്ലയുടെ കാര്യം ചോദിച്ചു. 3,73,473 കണക്ഷൻ കൊടുക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ കൊടുത്തത് ആക്ച്വലായിട്ട് 1,62,774 മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ പദ്ധതികൾ മുടങ്ങിപ്പോകുന്നു. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ ഗ്രാമീണ റോഡുകളിലൂടെയാണ് ഇതിനു വേണ്ടി പൈപ്പിടുന്നത്. സാർ, ആ റോഡുകളെല്ലാം കുത്തിക്കളച്ചു. ഇതിൻ്റെ എഗ്രിമെൻ്റ് വ്യവസ്ഥ അനുസരിച്ച് റോഡുകൾ ചീത്തയാക്കിയാൽ അത് റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്നും കരാറുകാരൻ്റെ ഉത്തരവാദിത്വമായിട്ട് അത് എടുക്കണം എന്നും ഉണ്ട്. പക്ഷേ കരാറുകാരൻ ഇതൊന്നും ചെയ്യുന്നില്ല. ഇല്ലെന്ന് മാത്രമല്ല, പാതി പണി നിർത്തിയിട്ട് അവർ സ്ഥലം വിടുന്നതാണ് കാണുന്നത്. സാറ്, റോഡ് പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ള എഗ്രിമെൻ്റ് വ്യവസ്ഥ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് അവർ പാലിക്കപ്പെടുന്നില്ല. പല കരാറുകാരും പാതി വഴിയിൽ ഉപേക്ഷിച്ചത് പോവുകയാണ്. ഇതുകൊണ്ട് വന്നിരിക്കുന്നത് വെള്ളമില്ല, റോഡ് തകർന്നു എന്നുള്ള അവസ്ഥയാണ്. ഈ ദയനീയ അവസ്ഥ ഒഴിവാക്കുന്നതിന് ജില്ലാ അധികൃതരുമായി ബന്ധപ്പെട്ട് ഞാൻ തന്നെ 2-3 പ്രാവശ്യം അതിന് ഇനിഷ്യേറ്റീവ് എടുത്തു, ചർച്ച നടത്തി. പക്ഷേ ചർച്ചയ്ക്ക് ഫലം എന്ന് പറയുന്നത് തീരുമാനമില്ല എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഈ രൂപത്തിൽ ഇത് മുന്നോട്ട് പോകണം. സാർ, ഇതിന് പറ്റിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സോഴ്സ് ഇല്ല. ഇപ്പോൾ ജൽജീവൻ മിഷന് വെള്ളം കൊടുക്കുന്നതിന് വേണ്ടി പദ്ധതി ഭാവനാസമ്പൂർണ്ണമാണെങ്കിലും അതിൻ്റെ സോഴ്സ് ഇല്ല. വാട്ടർ അതോറിറ്റിയുടെ നിലവിലുള്ള സോഴ്സിൽ നിന്ന് വെള്ളം കൊടുക്കുക എന്നുള്ള നിലയിലേക്കാണ് വന്നിരിക്കുന്നത്. സാർ, പുതിയ സോഴ്സ് ഇല്ലാതെ എങ്ങനെയാണ് വെള്ളം കൊടുക്കാൻ കഴിയുക? അപ്പോൾ ഇതേപോലെ അല്ലെങ്കിൽ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ ഡൈവേർഷൻ വേണം. അത് വരുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ കൂടുതൽ വിഷമത്തിലേ ആവും. അപ്പോൾ അതുകൊണ്ട് ഈ വിമർശനം നേരത്തെ മുതലേ ഉണ്ടായിരുന്നു. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഒന്ന്, ജൽജീവൻ മിഷൻ്റെ പദ്ധതി അനുസരിച്ചുള്ള പദ്ധതി കഴിയുന്നത്ര വേഗം പൂർത്തിയാക്കണം, സമയബന്ധിതമായി പൂർത്തിയാക്കണം. അവർ തകർത്ത റോഡുകൾ നേരെയാക്കുന്നതിന് വേണ്ടി നിബന്ധനയുണ്ടാകണം. അല്ലെങ്കിൽ കരാറുകാർക്കെതിരായിട്ടുള്ള നിയമവുമായി മുന്നോട്ട് നീങ്ങണം. ഈ നടപടി അടിയന്തരാക്കണം. അല്ലെങ്കിൽ ഗ്രാമീണ റോഡുകളെല്ലാം തകർന്ന് തരിപ്പണാകും. സാർ, ഇതെൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല. ഇവിടെ ഉന്നയിച്ചത് ഞാനാണ് എന്നൊരിക്കലും. കേരളത്തിൽ ഈ പദ്ധതി നടപ്പാക്കിയ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇതേ രൂപത്തിൽ തന്നെയുള്ള അവസ്ഥയാണ്. ആ അവസ്ഥ ഒഴിവാക്കണം. അതിന് അടിയന്തരമായ നടപടിയെടുക്കണം. ഈ കരാറുകാരെ വിളിച്ചു വരുത്തണം. കരാറുകാരെ പോയി ഞാൻ മനസ്സിലാക്കിയ അയാൾ സംസ്ഥാനത്ത് നിന്ന് പുറത്തുള്ള ഒരാളാണ്. അയാൾ ഈ സാധനമൊക്കെ ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു. അതുകൊണ്ട് അബാൻഡൻ്റായി നിൽക്കുക. സാർ, ഇതിനിടെ കൂനുമേ കുരു പോലെ ഒരു പ്രശ്നം കൂടെ വന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ പദ്ധതി നിർത്താൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. അത് നിർത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുന്നത് അവർ ബജറ്റിൽ ഇത് വേറൊരു രൂപത്തിൽ പറയുകയാണ്. അപ്പം ഈ പദ്ധതി നിന്നു റോഡ് പോയി, വെള്ളമില്ല, വളരെ വിഷമത്തിലാവും. അപ്പം ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തര നടപടി വേണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. നോട്ടീസ് നൽകിയതനുസരിച്ച് ജലനിധി പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് നൽകിയത്. അത് അച്ചടിയിൽ വന്ന മിസ്റ്റേക്ക് അല്ല ആയിക്കോട്ടെ, അതൊരു പക്ഷേ എഴുതി കൊടുത്തതിലുള്ള മിസ്റ്റേക്ക് ആകാം. എൻ്റെ അല്ല, എനിക്ക് വന്ന ഞാൻ പരിശോധിക്കാം. എനിക്ക് ഒരുപക്ഷെ അവിടുന്ന് കൊടുത്ത സബ്മിഷൻ്റെ പേപ്പറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല മറുപടി വന്നത്. അപ്പം ജലനിധിയായിട്ടാണ് വന്നിട്ടുള്ളത്. എങ്കിലും അങ്ങ് പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാം, അതിന് ബുദ്ധിമുട്ടില്ല. ജലജീവൻ മിഷനെ സംബന്ധിച്ചിടത്തോളം അത്തരം ആശങ്കകളാണോ നമുക്ക് ആവശ്യമെന്ന് ഓരോരുത്തരും വിലയിരുത്തണം. പോരായ്മകൾ പരിഹരിക്കാൻ ഇതിപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വന്ന ഒരു പരീക്ഷണമായത്. ഇതുപോലെ ഒരു വർക്കോ പരിപാടിയോ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. സോഴ്സിനെ സംബന്ധിച്ച് പറഞ്ഞു, സുസ്ഥിരമായ പദ്ധതികളെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. നിലവിലുണ്ടായിരുന്ന സ്കീമുകളിൽ നിന്ന് മാത്രം വെള്ളം കൊടുത്ത് കേരളത്തിലൊട്ടാകെ ശുദ്ധജല വിതരണം സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ കഴിയുന്നത്ര സുസ്ഥിരമായ സ്കീമിൽ നിന്നാണ് വെള്ളം എടുക്കാൻ ശ്രമിച്ചത്. ഡാമുകൾ ഉണ്ടെങ്കിൽ ഡാമുകളിൽ നിന്ന് എടുക്കുന്നു, അതല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മേഖലയിൽ നിന്നാണ് വെള്ളം എടുത്തത്. ഇപ്പോൾ കോട്ടയത്ത് അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്.
അതാണല്ലോ നമ്മൾ ഈ മീനിച്ചർ റിവർ വാലി പദ്ധതി പോലും വിഭാവനം ചെയ്യാൻ കാര്യമായി ശ്രദ്ധിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ട് പ്രധാന കാരണം മീനിച്ചർ റിവർ വാലി പദ്ധതി വരുമ്പോൾ മീനിച്ചർ ആറ്റിലൂടെ വരുന്ന വെള്ളം കോട്ടയം ജില്ലയിൽ പരക്കെ എല്ലായിടത്തും എത്തും. നമുക്ക് സോഴ്സിൻ്റെ കുറവുണ്ടെന്നുള്ളത് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. എങ്കിലും ആ പദ്ധതി നടപ്പിലാക്കുമ്പോൾ മൂവാറ്റുപുഴയ്ക്കോ മീനിച്ചർ വാലി പദ്ധതി കൊണ്ട് ഒരു തുള്ളി വെള്ളം അവർക്ക് നഷ്ടമില്ലാതെ തന്നെ ഈ സ്കീം നടപ്പിലാക്കാമെന്നുള്ള ധാരണയുണ്ട്. ഇപ്പോൾ ഭാവനാപൂർണ്ണം ഒരു പദ്ധതി കണ്ടുകൊണ്ടാണ് ഈ സ്കീമിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇപ്പം അവിടെ കണക്ഷൻ കൊടുത്തു, ഇനിയും കണക്ഷൻ കൊടുക്കാനുണ്ട്, നിർമ്മാണം നടക്കുന്നു, കരാറുകാർ ഇട്ടിട്ട് പോയി. നമുക്ക് 2028 വരെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള പെർമിഷൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അനൗൺസ്മെൻറ്റിലുണ്ട്. അങ്ങനെ ആരെങ്കിലും ഇട്ടിട്ട് പോയാൽ, പണി തടസ്സപ്പെടുത്തിയാൽ ആ കരാറുകാരനെ മാറ്റും. ഏത് കരാറുകാരനാണെന്ന് നോക്കേണ്ട കാര്യമില്ല. അവൻ്റെ എഗ്രിമെൻ്റ് കാലാവധിക്കുള്ളിൽ പൂർത്തീകരിക്കാൻ എന്തെങ്കിലും തടസ്സം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഗണിച്ച് പരിഗണനാകരമായ സമയം നീട്ടിക്കൊടുക്കാം എന്നുള്ളതൊഴിച്ചാൽ അലംഭാവം കാണിച്ചാൽ നമുക്കത് പരിശോധിക്കേണ്ടി വരും. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അങ്ങേക്ക് തന്നെ ആ മണ്ഡലത്തിൽ അത് റിവ്യൂ ചെയ്ത് ആ വിവരങ്ങൾ തന്നാൽ അത് ഗൗരവപൂർവ്വമായി പരിശോധിക്കുകയും ചെയ്യാം. പിന്നെ 1, 2, 3 സ്കീമിൽ വന്നതിനാണ് നമുക്ക് റോഡ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട തുക ഇല്ലാതിരുന്നത്. അങ്ങനെ വന്ന സമയത്ത് ഈ കാര്യം പ്രത്യേകമായി ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവന്നു, കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അത് അവർ വീണ്ടും നമുക്ക് അനുവദിച്ചു തരാൻ തയ്യാറായി. അങ്ങനെ അനുവദിച്ചു വന്ന തലത്തിൽ ആ ഫണ്ട് വിനിയോഗിക്കാൻ ആ ഗ്രാമപഞ്ചായത്തിനോ ഓൺഗോയിങ് കോൺട്രാക്ടർക്കോ പെർമിഷൻ കൊടുത്തു. അത് റീഇംബേഴ്സ് ചെയ്യും. ഇനി അങ്ങനെ ആ വർക്ക് അവിടെ ഈ കണ്ടീഷൻ വരുന്നതിന് മുമ്പ് നടത്തപ്പെട്ടു പോയെങ്കിൽ കിട്ടാനായിട്ട് സാധ്യതയില്ല. ബാക്കി എല്ലാ പദ്ധതികൾക്കും റിസ്റ്റോർ ചെയ്യാനുള്ള തുകയും കൂടി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കാലവിളംബരം വരുത്തിയിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് പരിശോധിക്കാം, അത് മോണിറ്റർ ചെയ്യാം, അടിയന്തരമായ കാര്യം ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കാം. സോഴ്സിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഗ്രാമീണ റോഡുകൾ മൊത്തത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് 2-3 വർഷക്കാലം കുറേ പരിഹരിക്കാനായിട്ട് പറ്റും. പിന്നെ ഇപ്പം ഗ്രാമീണ റോഡുകളിൽ പഞ്ചായത്തുകൾ കുറേ ഫണ്ടുകളൊക്കെ വെക്കുന്നുണ്ട്. ഇപ്പോൾ 1000 കോടി പുതിയ പദ്ധതി വന്ന് കുറേ കാശൊക്കെ വെക്കുന്നുണ്ട്. ജലജീവ മിഷൻ്റെ ഭാഗമായി വന്ന ഭാഗത്ത് അടിയന്തരമായി കടത്തി തന്നെ ഇത്തരം നിർമ്മാണ വേലകൾ നടത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ചില സ്ഥലത്തൊരു പ്രശ്നം വരുന്നത് പൈപ്പിൽ കൂടെ വെള്ളം വിട്ട് ടെസ്റ്റ് നടത്താതെ അത് പെർമനൻ്റായി റിസ്റ്റോർ ചെയ്യാൻ ചില ബുദ്ധിമുട്ടുള്ള ചില സ്ഥലമുണ്ട്. അത് പ്രത്യേകമായി കണ്ട് അതിന് ചില കാര്യങ്ങൾ നമുക്ക് ആലോചിക്കേണ്ടി വരും. അല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ഇത് അടിയന്തരമായി ചെയ്യാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. കോട്ടയത്തെ കാര്യത്തിൽ പ്രത്യേകമായി എന്താ സംഭവിച്ചതിനെക്കുറിച്ച് പരിശോധിക്കാം. അതുകൊണ്ട് ശുദ്ധജല ലഭ്യത എല്ലായിടത്തും എത്തും. ഇപ്പോൾ 111 പഞ്ചായത്തുകളിൽ പൂർണ്ണമായും ശുദ്ധജലം എത്തി. 9 നിയോജക മണ്ഡലങ്ങളിൽ പൂർണ്ണമായും കുടിവെള്ളം എത്തി. കണക്കനുസരിച്ച് വരുന്ന മാർച്ച് ആകുമ്പോഴേക്കും അത് 260 പഞ്ചായത്തിൽ കൂടുതൽ വരും. അപ്പോൾ നമുക്ക് ശ്രമിച്ചാൽ ഇതെല്ലായിടത്തും എത്താൻ കഴിയും. കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു 85-90% സ്ഥലങ്ങളിലും ഈ വരുന്ന ഒരു വർഷക്കാലത്തിനിടയ്ക്ക് വെള്ളം എത്തിക്കാമെന്ന് തന്നെയാണ് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. പോരായ്മകൾ അതാത് തലങ്ങളിൽ MLA-മാർക്ക് റിവ്യൂ ചെയ്യാനുള്ള അധികാരവും അവകാശമുണ്ട്. അതിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഒരുമിച്ച് പോകണം. ഇക്കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും സഹകരിച്ച് മുന്നോട്ട് പോകാൻ ഗവൺമെൻറ് തയ്യാറാണ്.